കെപിസിസി ഡിസിസി ഭാരവാഹി നിർണായ ചർച്ച അവസാന ഘട്ടത്തിൽ. എംപിമാരുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. അന്തിമ പട്ടിക ഉടൻ ഹൈക്കമാൻഡിന് കൈമാറും. കഴിഞ്ഞ 2 ദിവസമായി മാരത്തോൺ ചർച്ചകളാണ് ഡൽഹിയിലെ കേരള ഹൗസിൽ നടക്കുന്നത്. എംപിമാരുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും പട്ടിക ഹൈക്കമാൻഡിന് കൈമാറുക. ഡിസിസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജില്ലകളിൽ നിന്നും 1 മുതൽ 4 വരെ പേരുകളാണ് കരട് പട്ടികയിൽ ഉള്ളത്. തെക്കൻ ജില്ലകളിൽ വ്യാപകമായ മാറ്റം ഉണ്ടാകാനാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ ഡിസിസി പ്രസിഡന്റുമാരെ മാറ്റാനാണ് സാധ്യത. മലപ്പുറം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ ഡിസിസി പ്രസിഡന്റുമാരെ മാറ്റുന്നതിനോട് മുൻ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം മുഴുവൻ ഡിസിസി അധ്യക്ഷന്മാരെയും മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുതിർന്ന നേതാക്കൾ. കെപിസിസി ഭാരവാഹികളുടെ എണ്ണം 100 കടക്കാനാണ് സാധ്യത. സ്ഥാനമൊഴിയുന്ന ഡിസിസി പ്രസിഡന്റുമാരെ കെപിസിസി ഭാരവാഹികളായി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. പൊതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കെപിസിസി ഭാരവാഹികളെ നിയമിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. ഹൈക്കമാൻഡിന് മുന്നിൽ പട്ടിക എത്തിയാൽ വലിയ കാലതാമസമില്ലാതെ പ്രഖ്യാപനമുണ്ടാകും. ഈ മാസം 11 മുതൽ രാഹുൽ ഗാന്ധി കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. അതിനു മുമ്പ് അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് അറിയുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.